ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പനീർ പൂവിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രുതി, നീ എന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിന്റെ അച്ഛനോട് നീ പണം ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ആകെ പെട്ടുപോവുകയാണ്. ഒരു വിധത്തിൽ അവൾ അച്ഛൻ്റെ അരികിലേക്ക് അങ്ങനെ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പോൾ അവിടേക്ക് പോകാമെന്ന് ചന്ദ്ര പറയുമ്പോൾ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ആൻറ്റി, എന്തായാലും ആൻറ്റിയുടെ ഈ പ്രശ്നം ഞാൻ എന്തായാലും പൈസ തന്ന് ആൻറ്റിയെ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ വലിയ ഉപകാരം ശ്രുതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്? നിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ പോരെ, എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയത് കണ്ടില്ല, അതുപോലെ നിനക്കും ഒഴിഞ്ഞു മാറിയാൽ പോരെ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, അത് സാരില്ല, എന്തായാലും. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എൻ്റെ എവിടുന്ന പൈസ, നീ എവിടെ നിന്ന് എടുത്തിട്ടാണ് പൈസ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ബാങ്കിൽ പൈസ ഇല്ലേ, ആ പെണ്ണ് തന്നത്, അത് എന്തായാലും അതിൽ നിന്നൊരു 3 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാമെന്ന് പറയുകയാണ്. അതൊക്കെ എന്നേ തീർന്നു, നീലിമ തന്ന പൈസ ഇല്ലേ, അതൊക്കെ എന്നേ തീർന്നു, അവിടെയൊന്നും ഒട്ടും പൈസ ഇല്ല, ഓരോ കാര്യങ്ങൾക്ക് ഒക്കെ ഞാൻ പൈസ എടുത്തു പോയി, അതിൽ ഇനി ഒരു പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ദേഷ്യത്തോടു കൂടി ശ്രുതിയോട് ചോദിക്കുകയാണ്, ആരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്ത് എന്നോട് പറയാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. നീ ഈ പൈസയുടെ കാര്യം ഏറ്റെടുക്കുമ്പോൾ നീ എന്നോട് ചോദിച്ചില്ലല്ലോ, നീ എന്നോട് ചോദിച്ചിട്ടാണോ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, ആൻറ്റിക്ക് കൊടുത്ത വാക്ക് ഞാൻ എന്തായാലും പാലിക്കും, അത് എൻ്റെ ഈ താലിമാല പണയം വെച്ചിട്ടോ വിറ്റിട്ടോ എങ്ങനെയെങ്കിലും ഞാൻ ആ പൈസ കൊടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി മീരയെ കാണുകയാണ്. ഇങ്ങനെ മീരയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയാടി ഞാൻ പെട്ടുപോയി എന്ന് പറയുമ്പോൾ, നീ തന്നെ ചെയ്തു, നിനക്ക് തന്നെ അത് ബൂമർ പോലെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്, നീയല്ലേ നിൻ്റെ ആൻറ്റിയുടെ പൈസ മോഷിച്ചത്, അപ്പം നീ തന്നെ അത് കൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ ഇപ്പം ഈ ഇടയായിട്ട് നീ ഇവളെയാണ്, രേവതിയാണ് അനുകൂലിച്ച് സംസാരിക്കുന്നത്, നിനക്കിപ്പോൾ എന്താ അവളോട് ഇത്ര സ്നേഹമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവൾ അനുകൂലിച്ച് സംസാരിച്ചതൊന്നുമല്ല, ഞാൻ പറഞ്ഞതാണ് എന്ന് മീര പറയുന്നുണ്ട്. അങ്ങനെ ആ സമയം എന്തായാലും പൈസ കൊടുത്തേ പറ്റൂ, അതെന്തായാലും താലിമാല കൊടുത്തിട്ടായാലും ഞാൻ കൊടുക്കുമെന്നും പറഞ്ഞിട്ട് അതിനുശേഷം നമ്മുടെ ഇവൾ പോകുന്നത്, ശ്രുതി പോകുന്നത് ഭാമാൻ്റിയുടെ അരികിലേക്കാണ്. അങ്ങനെ ഭാമ ആൻറ്റിയോട് പറയുന്നുണ്ട്, വീട്ടിൽ ഇതിനെ ചൊല്ലി വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻറ്റി, അതുകൊണ്ട് ആൻറ്റി എനിക്കൊരു സഹായം ചെയ്യണം, ഇവിടെ നിന്നും കാണാതായ ആ 2 ലക്ഷം രൂപ ഞാൻ തരാം, അത് അമ്മയെ വിളിച്ചിട്ട് ആൻറ്റിയെ വിളിച്ചിട്ട് ഭാമാൻറ്റി പറയണം പൈസ പോയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അത് നോട്ടപ്പശക് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയണമെന്ന് പറയുമ്പോൾ, മോളെ നിൻ്റെ മനസ്സ് ഇത്ര നല്ല മനസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമ ശ്രുതിയെ പുകഴ്ത്തുകയാണ്. എന്തായാലും ഞാൻ ചന്ദ്രയ്ക്ക് കണ്ടെത്തി കൊടുത്ത മരുമകൾ ഇത്രയും നല്ലതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ മരുമകളൊക്കെ എൻ്റെ മോനെയും കൊണ്ട് പോയി, ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണ്, അടുത്ത ജന്മത്തിൽ നീ എൻ്റെ മരുമകളായി വരണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നിൻ്റെ താലിമാല വിറ്റിട്ട് വരെയും പണയം വെച്ചിട്ട് വരെയും നീ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്നൊക്കെ പറഞ്ഞ് ഭാമ നമ്മുടെ ശ്രുതിയെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ശ്രുതിയൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴാണ് ഇവ ഇങ്ങോട്ട് വരുന്നത്, അതായത് സച്ചി നമ്മുടെ രവീന്ദ്രൻ്റെ അരികിലേക്ക്, അച്ഛൻ്റെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ എന്താ ഉദ്ദേശിക്കും, അച്ഛൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചായിരുന്നല്ലോ, അച്ഛൻ എന്തെങ്കിലും ജോലി നോക്കണമെന്ന് മാമനോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് ജോലിക്ക് പോകേണ്ട ആവശ്യം, റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കല്ലേ വേണ്ടതെന്ന് പറയുന്നുണ്ട്. മോനെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വല്ലാത്ത ബോറടി കാര്യങ്ങളൊക്കെ, രാത്രിയാണെങ്കിൽ ഉറക്കമില്ല, പക്ഷേ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയണേ ആ ഒരു കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര വരികയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ജോലിക്ക് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, നീ എന്തിനാ തടയുന്നത് എന്ന് സച്ചിയോട് ചോദിക്കുകയാണ്. ഈ വയസ്സാം കാലത്ത് അച്ഛൻ ഇനി ജോലിക്ക് പോകണോ, അച്ഛൻ കൊണ്ടുവന്ന് വന്നിട്ട് വേണോ ഈ വീട്ടിൽ കഴിയാനായിട്ടും, ഞങ്ങൾ 3 ആൺപിള്ളേർ അധ്വാനിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നിന്റെ അധ്വാനം സമ്പാദ്യമൊക്കെ നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ സച്ചിയെ കളിയാക്കുകയാണ്. അപ്പോൾ അതിന് പുറകെയായിട്ട് നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതിയും ചന്ദ്രയെ അനുകൂലിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ ജോലിക്ക് പോകുന്ന പൊക്കോട്ടെ, അതിനെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, ശ്രുതി നീ ആദ്യം നിന്റെ കയ്യിലുള്ള പൈസ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പൈസ 3 ലക്ഷം രൂപ ശ്രുതി കൊടുക്കുകയാണ് സച്ചിക്ക്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ വാങ്ങിക്കോടാ, നിനക്ക് അർഹതപ്പെട്ട നിന്റെ കൈകളിൽ ചേരേണ്ട പൈസ തന്നെയാണ് അതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി അത് വാങ്ങിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഭാമയുടെ ഫോണ് നമ്മുടെ ചന്ദ്രമതിക്ക് വരികയാണ്. അങ്ങനെ ചന്ദ്രമതി ആണോ എവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്, ആ പൈസ പോയിട്ടുണ്ടായില്ല, അത് ആ ഷെൽഫിൽ തന്നെ ഉണ്ടായിരുന്നു, അവൾ നോക്കിയതിൻ്റെ കുഴപ്പമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട്. എന്തായാലും 5 ലക്ഷം തിരികെ ഇവിടെ തന്നെ വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഒരു ജോലിക്ക് നോക്കുന്നുണ്ട്. അത് ഒരു സ്കൂളിൽ സെക്യൂരിറ്റിയൊക്കെ ആയിട്ടാണ് ഒരു ജോലിക്ക് നോക്കുന്നത്. അതേ സമയത്ത് അതേ സ്കൂളിൽ നമ്മുടെ ശ്രുതിയുടെ മകനെ ചേർത്താൻ വേണ്ടി ശ്രുതിയും മകനും ശ്രുതിയുടെ അമ്മയും കൂടി വരുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. അവർ അതിൽ നിന്ന് രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ രവീന്ദ്രൻ ശ്രുതിയെ കാണുമോ, ശ്രുതിയുടെ മകനാണ് ആദി എന്ന് തിരിച്ചറിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.